കൊല്ലം ചടയമംഗലത്ത് പട്ടാപ്പകൽ ജ്വല്ലറിയിൽ കവർച്ചാ ശ്രമമുണ്ടായി. ജ്വല്ലറി ജീവനക്കാരുടെ മുഖത്ത് സ്പ്രേ തളിച്ച് ബോധം കെടുത്താൻ ശ്രമിച്ചു. സംഭവം ഉച്ചയ്ക്ക് 2 മണിയോടെയാണ്. സ്വർണ്ണാഭരണം വാങ്ങാൻ എന്ന വ്യാജേന എത്തിയ സ്ത്രീയും പുരുഷനുമാണ് കവർച്ചാ ശ്രമം നടത്തിയത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ വിശദാംശങ്ങൾ കണ്ണൻ നൽകും. കൊല്ലത്ത് നിന്നും കണ്ണൻ നായർ, എന്താണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നതും മോഷണശ്രമത്തെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളും? ചടയമംഗലത്ത് ഇത്തരത്തിലുള്ള ഒരു മോഷണ ശ്രമം, കവർച്ചാ ശ്രമം ഉണ്ടായതെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഇന്ന് 12 മണിയോടുകൂടി ഒരു യുവതി അവിടേക്ക് എത്തിയിരുന്നു. ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ആ ജ്വല്ലറിയിലേക്ക് എത്തിയിരുന്നു. അവിടെ എത്തി ഒരു പാദസരവും മാലയും വാങ്ങണമെന്നുള്ള ഒരു ആവശ്യം പറഞ്ഞു. ഏറെ നേരം അവിടെ ആ പാദസരം അടക്കമുള്ളവ പരിശോധിച്ചു. അതിനുശേഷം അവർ ഭർത്താവിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. ഭർത്താവ് പിന്നീട് എത്തി. പിന്നീട് കുറേയേറെ നേരം ഈ സ്വർണ്ണാഭരണങ്ങൾ അവർ പരിശോധിക്കുന്നുണ്ട്. അതിനിടെ ജീവനക്കാരിയുടെ മുഖത്തേക്ക് ഭർത്താവ് സ്പ്രേ തളിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരമനുസരിച്ച് അത് കുരുമുളക് സ്പ്രേ ആയിരുന്നു. അത് തടയാൻ വേണ്ടി ഈ ജ്വല്ലറിയുടെ ഉടമ അവിടേക്ക് എത്തുന്നു. അദ്ദേഹത്തിന്റെ മുഖത്തേക്കും കുരുമുളക് സ്പ്രേ തളിക്കുന്നു. എന്നിട്ട് ഈ സ്വർണം എടുത്ത് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമമാണ്. പക്ഷേ അടിയന്തരമായി പോലീസ് വരികയും ആ പോലീസിനെ കണ്ടുകൊണ്ട് ഇവർ ഈ പെട്ടെന്ന് സ്കൂട്ടറിൽ രക്ഷപ്പെടുകയുമായിരുന്നു. പട്ടാപ്പകലാണ് ഇത്തരത്തിലുള്ള ഒരു കവർച്ചാ ശ്രമം ഉണ്ടായിരിക്കുന്നത്. ഇവരുടെ CCTV ദൃശ്യങ്ങൾ, ഒപ്പം തന്നെ ഈ CCTVയിൽ നിന്ന് ഉള്ള ഫോട്ടോകൾ അടക്കം തന്നെ പോലീസ് പരിശോധിച്ചുകൊണ്ട് ഇരുവരെയും കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. കാര്യം ഇവർ ഏതെങ്കിലും തരത്തിൽ തുടർച്ചയായി ഇത്തരത്തിലുള്ള കവർച്ചകൾ നടത്തുന്ന ആൾക്കാരാണോ, മോഷണം നടത്തുന്ന ആൾക്കാരാണോ എന്നുള്ളൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ സമാനമായ രീതിയിൽ മോഷണ ശ്രമം നടത്തുന്ന ആൾക്കാരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ശരി, കണ്ണൻ നായരാണ് വിവരങ്ങൾ കൊല്ലത്ത് നൽകിയത്. അങ്ങനെ മുളക് പൊടി സ്പ്രേ പ്രയോഗിച്ച ശേഷമാണ് കവർച്ചാ ശ്രമം നടത്താൻ ശ്രമം നടന്നത്.